ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 എപ്പിസോഡുകൾ നമ്മൾ കേസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അവസാനം വന്നിരിക്കുന്നത് എന്താ? മോഹൻലാലാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ മോഹൻലാലാണ് ഇനി വരാൻ പോകുന്നതെന്ന് ഇതുവരെ വന്നവരിൽ സിബി മലയിൽ ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് എതിരായി പറഞ്ഞു എന്നുള്ള പ്രചരണം തന്നെയായിരുന്നു. മോഹൻലാൽ ആകട്ടെ തീർച്ചയായിട്ടും എനിക്ക് എതിരായിരിക്കും എന്നുള്ള പ്രചരണവും ഉണ്ട്. അപ്പോൾ മോഹൻലാൽ വരുന്നതും കാത്ത് ഞാനവിടെ നിൽക്കുകയാണ് കോടതി വരാന്തയ്ക്കുള്ളിൽ. മോഹൻലാൽ വളരെ ചുരുക്കേ എപ്പോഴും സംസാരിക്കാറുള്ളൂ. എത്ര വലിയായാലും അധികം സംസാരിക്കില്ല. അതൊന്ന് പുഞ്ചിരിക്കും, ചിലപ്പോൾ 2 വാക്ക് പറയും, കൈവീശി കാണിക്കുന്നതാണത്. ഞാൻ ഈ കോടതി വരാന്തയിൽ തന്നെ നിന്നു. ഇതിലേറ്റവും വേറൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഈ കേസ് തുടങ്ങിയിട്ട് ഒരിക്കൽ പോലും ഞാൻ ലീവ് അപേക്ഷിച്ചിട്ടില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ കോടതിയിൽ ചെല്ലാറുണ്ട് നിലയിക്കണം. അങ്ങനൊരു സംഭവം അപൂർവമാണെന്നാണ് അവിടെ വക്കീലുമാരും മറ്റുള്ളവരും പറഞ്ഞത്. അതായത് ജഡ്ജിക്ക് ദയ തോന്നാൻ വേണ്ടിയാണോ ഞാൻ സ്ഥിരവും പോകുന്നത് എന്ന് ചോദിച്ചവരുണ്ടെന്ന് ആലോചിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ കോടതിയെ മാനിക്കുന്നു. കോടതി വിധികളെ, ഈ ചർച്ചകളെ, കോടതി സംഭവങ്ങളെ കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണത്. ഇതും ഞാൻ എഴുതി മുതലാക്കുമെന്ന് ആലോചിക്കണം. അതുകൊണ്ട് കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു 10:30 കഴിഞ്ഞ സമയം 11 മണിക്കാണല്ലോ കോടതി കൂടേണ്ടത്. അന്ന് കാണുന്നത് മമ്മൂട്ടി വന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ കോടതി അവിടെ ആ ഭാഗത്ത് തടിച്ചുകൂടി. എന്തിന് റോഡിൽ വാഹനങ്ങൾ പോലും ബ്ലോക്ക് ഉണ്ടാക്കിയെന്ന് ആലോചിക്കണം ആൾക്കാർക്ക്. പോലീസ് ധാരാളം വന്നിരിക്കുന്നു. അങ്ങനെ ലാല് കാറിൽ നിന്ന് ഇറങ്ങി. ഞാൻ നോക്കി എന്താണ് ലാലിൻ്റെ മുഖത്തുള്ള ഭാവം. കാരണം എതിരാളിയായിട്ട് തന്നെയാണോ എന്നെ കാണുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ ലാല് വന്നു, എന്നെ കണ്ടു, ചിരിച്ചു, കൈ കാണിച്ചു, അകത്തേക്ക് പോയി എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണത്. ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരിക്കുന്നു. മോഹൻലാൽ എന്തായിരിക്കും പറയുക? അവരുടെ സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തതൊക്കെ. പക്ഷെ അത് അവസാനം എനിക്ക് അതൊരു പുലിവാലായി തീർന്നിരിക്കുകയാണെന്ന് ആലോചിക്കണം. സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം ചെയ്തതിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കോടതി ഇങ്ങനെ കൂടി ലാലിനോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. പക്ഷേ ലാൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം എനിക്ക് എതിരെ മൊഴി കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. മോഹൻലാൽ എനിക്കെതിര് പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അവിടെ നമ്മൾ ചില സമയത്തൊക്കെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകുക എന്ന് പറയില്ലേ. എൻ്റെ കണ്ണുകളപ്പം നിറഞ്ഞു എന്നാലോചിക്കണം. ഒരു കാരണവശാലും മോഹൻലാലിന് എന്നെ രക്ഷിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം മമ്മൂട്ടിയെ അഴിത്തട്ടിച്ച് നോക്കിയപ്പോൾ, കാരണം മമ്മൂട്ടി പോലും എനിക്കെതിരെ പറഞ്ഞു പോയവരാണ്. അപ്പോൾ മോഹൻലാൽ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മോഹൻലാൽ ഒരു ദ്രോഹവും ചെയ്തില്ല എന്നാലോചിക്കണം. തിരിച്ചു പോകുമ്പോൾ മോഹൻലാൽ പഴയതുപോലെ തന്നെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് മോഹൻലാൽ പോയി എന്നാലോചിക്കണം. അതവിടെ വലിയ വാർത്തയായി മൊത്തത്തിൽ. മോഹൻലാൽ പല്ലിശ്ശേരിക്ക് അനുകൂലമായി സംസാരിച്ചത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന തിലകൻ ചേട്ടൻ്റെ മോഹമൊക്കെ വല്ലാതായി. കാരണം അവർ പ്രതീക്ഷിച്ച പോലെയല്ല മോഹൻലാൽ എന്നോട് പെരുമാറിയെന്ന് ആലോചിക്കണം. അപ്പോൾ ഇത് ഏകദേശം അതിനിടയ്ക്ക് 10-15 പേര് പോയി കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാവരെയും കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷേ ഇനി പ്രധാനപ്പെട്ട 2 പേരെ കൂടി പറയേണ്ടതുണ്ട്. അത് 2 പ്രൊഡ്യൂസർമാരാണ്. അതിൽ ദിനേശ് പണിക്കരും കിരീടം ഉണ്ണിയുമാണ്. ഞാനിപ്പോൾ കിരീടം ഉണ്ണിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ അതിൻ്റെ വിധി എന്താണെന്നും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്നുള്ളതാണത്. കാരണം കിരീടം ഉണ്ണി, ദിനേശ് പണിക്കർ ഇതിന് പ്രൊഡ്യൂസർമാരാണ്. അവർ പറഞ്ഞ വാക്കുകൾക്ക് വിലയുണ്ട്. ദിനേശ് പണിക്കർക്ക് എനിക്ക് കൂടുതൽ എതിരായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ അവരുടെ കയ്യിലുള്ള തുരുപ്പ് ചീട്ട് കിരീടം ഉണ്ണിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കിരീടം ഉണ്ണിക്ക് തിലകൻ ചേട്ടനോട് കൂടുതൽ അടുപ്പമുണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് അനുകൂലമായി കിരീടം ഉണ്ണി പറയില്ല, എനിക്കെതിരായിട്ടേ പറയുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ച് വന്നിട്ട്. കോടതിയിൽ കാര്യങ്ങളെല്ലാം തുടങ്ങുന്നു.
നമ്മുടെ വക്കീൽ ചോദിക്കുന്നു, പല്ലിശ്ശേരി എഴുതിയ ലേഖനം വായിച്ചു എന്ത് തോന്നി? എന്തു തോന്നാൻ? ഒരു ലേഖനം വായിച്ചു പറഞ്ഞു. അതല്ല, ആ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് തിലകനെ പോലുള്ള വലിയ നടനെക്കുറിച്ച് മോശമായ കാര്യങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ലേഖനം വന്നതിന് ശേഷം തിലകൻ്റെ പേരിന് മങ്ങലേറ്റു, പ്രതിഫലം കുറഞ്ഞു, പടങ്ങളുടെ എണ്ണം കുറഞ്ഞു, അവാർഡുകൾ ലഭിക്കുന്നില്ല എന്നൊക്കെയാണ് തിലകൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനൊരു മാനനഷ്ട കേസാണ് ശരിക്കും കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഉണ്ണി പറഞ്ഞിങ്ങനെയാണത്. ആര് പറഞ്ഞു തിലകൻ ചേട്ടനെ പോലുള്ള വലിയ നടനെ എഴുതി തോൽപ്പിക്കാൻ ഇവിടെ ഒരു പ്രസിദ്ധീകരണക്കാരും കഴിയില്ല? അത്രമാത്രം വലിയ നടനാണ് തിലകൻ ചേട്ടൻ. കാരണം തിലകൻ ചേട്ടനെ ഗുണകരമായി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന രീതിയിലാണ് ഉണ്ണി തുടങ്ങിയിട്ടത്. അപ്പം ഞാനപ്പോൾ തിലകനെ നോക്കി, തിലകൻ അവിടെ നിൽക്കുന്നുണ്ട്. തിലകൻ നോക്കിയപ്പോൾ പന്തിയില്ലാത്തൊരു മുഖമാണ് തിലകൻ വന്നത്. കാരണം ഇത്രയും നല്ല രീതിയിൽ ഉണ്ണി തിലകനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സന്തോഷിക്കുകയല്ലേ തിലകൻ ചെയ്യേണ്ടിയിരുന്നത്? സന്തോഷത്തിന് പകരം അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ കറുത്ത് വരുന്നതാണ് കണ്ടത്. അടുത്ത ചോദ്യം കൂടി വക്കീൽ ചോദിക്കുന്നത് ഇങ്ങനെയാണത്. അപ്പോൾ നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ ലേഖനം വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ഇതുള്ളത്. അപ്പം അതിന് പ്രതിഫലം കുറച്ചാണോ കൂടുതലാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്? അപ്പോൾ ഉണ്ണി പറഞ്ഞു, ഞങ്ങളുടെ സിനിമയിൽ അഭിനയിച്ചതിന് അദ്ദേഹം മുൻപ് വാങ്ങിയിരുന്ന പ്രതിഫലത്തേക്കാൾ കൂടുതലാണ് കൊടുത്തത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ ലേഖനം ഒരു പ്രശ്നമൊന്നുമല്ല. ആ ലേഖനത്തിൽ നോക്കിയിട്ടല്ല ഞങ്ങൾ പ്രതിഫലം കൊടുക്കുന്നത്. ഞങ്ങൾ പ്രതിഫലം കൊടുക്കുന്നത് തിലകൻ എന്നുള്ള ആർട്ടിസ്റ്റ് നോക്കിയാണ്. അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ചോദ്യങ്ങൾ വരുന്നു. അദ്ദേഹം പടങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? ഉണ്ണി പറയും, എണ്ണം കുറഞ്ഞിട്ടേ ഇല്ല. എങ്ങനെ കുറയും? ഈ ശക്തനായ നടൻ, മലയാള സിനിമയ്ക്ക് അത്യാവശ്യമുള്ള നടനെ മാറ്റി നിർത്താൻ കഴിയുമോ? അപ്പം അതുകൊണ്ട് ഈ എഴുത്ത് കാണിച്ച് പേടിപ്പിച്ച് കുറേ പേര് നടക്കുന്നുണ്ട്. അതിലൊന്നും ഈ തിലകൻ ചേട്ടന് ഒരു വാദവുമല്ല. അദ്ദേഹം ഇപ്പോഴും ശക്തനായ നടനാണ്. അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, കൂടുതൽ പ്രതിഫലം കിട്ടുന്നു, കൂടുതൽ പണം നേടുന്നു. എല്ലാം തിലകന് അനുകൂലമായി വളരെ പൊക്കി പറഞ്ഞ് ഇദ്ദേഹം അവസാനിപ്പിക്കുകയാണത്. അപ്പോൾ എനിക്ക് സന്തോഷം, ഞാൻ സന്തോഷം. എന്താ ഉണ്ണി പറഞ്ഞിരിക്കുന്നത്? ഉണ്ണി പറഞ്ഞതൊക്കെ ശരിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ കേസിന് ഗുണകരമായ കാര്യങ്ങളാണ് ശരിക്ക്. അതായത് എൻ്റെ ലേഖനം വന്നതിന് ശേഷം തിലകന് പടങ്ങളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു, പ്രതിഫലം കുറഞ്ഞിരിക്കുന്നു, അവാർഡുകൾ ലഭിച്ചിരിക്കില്ല, സമൂഹത്തിൽ മോശമായ ലുക്കാണ് കിട്ടിയത്. അതായത് എനിക്ക് മാനഹാനി സംഭവിച്ചിരിക്കുന്നു എന്നാണ് കൊടുത്തത്. ഇപ്പോൾ മാനഹാനി ഇല്ല. ഈ ഒരു പത്രക്കാരും വിചാരിച്ച തിലകൻ തകർക്കാൻ പറ്റില്ല എന്ന് ഉണ്ണി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഉണ്ണി അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സത്യത്തിൽ തിലകൻ അടുത്ത് ചെന്ന് ഉണ്ണിയെ ചീത്ത പറയണ കണ്ട്, നീ എന്തുകൂടെ പറഞ്ഞവിടെ? ഇങ്ങനെയാണോ കോടതിയിൽ പറയേണ്ടത്? അപ്പോൾ ഉണ്ണി ചോദിച്ചു, തിലകൻ ചേട്ടാ, ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, തിലകൻ ചേട്ടനെ കുറിച്ച് നല്ലതല്ലേ പറഞ്ഞു. എടാ, അതല്ലേ പ്രശ്നമായിരിക്കുന്നത്. നീ നല്ലത് പറഞ്ഞാണ് ഇപ്പം എനിക്ക് പാരിയായിരിക്കുന്നത് കഴിഞ്ഞിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്നത് കോടതി വിധിയാണെന്ന് ആലോചിക്കണം. അതിനിടയ്ക്ക് മമ്മൂട്ടി വിളിച്ച് പറയുന്നു, കേസ് എല്ലാം കഴിഞ്ഞല്ലോ, ഇനി വിധി പറയാനിരിക്കുകയാണ്. ജയിലിലേക്ക് പോകാൻ തയ്യാറായിരുന്നു. അതും അവിടെയും എനിക്ക് ശരിക്കും വേദന തോന്നി. ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ അദ്ദേഹത്തിന് കഴിയുന്നു എന്നാണ് തോന്നുന്നത്. വേറെ ആരും പറയുന്നില്ല. ശരി, അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ അതിന് റെഡിയാണ്. എന്തായാലും വിധി വരട്ടെ. അപ്പോൾ തിരുവനന്തപുരത്തെ എൻ്റെ സുഹൃത്തുക്കൾ അപ്പോഴും എൻ്റെ കൂടെയുണ്ട്. നമ്മുടെ വക്കീലിന് അധികം പൈസയും കൊടുത്തിട്ടില്ല. പൈസ അവർ ചോദിക്കുന്നുമില്ല, എന്നിൽ നിന്ന് പൈസയും പ്രതീക്ഷിച്ചിട്ടുമില്ല. പക്ഷെ ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കൾ അവിടെയുണ്ട്. അഡ്വക്കേറ്റ് CS സുകുമാരൻ നായരെ എനിക്കൊരിക്കലും മറക്കാനും പറ്റില്ല. കാരണം എന്നെപ്പോലുള്ള ഒരാളെ നിന്ന് ഇത്തരം കേസുകൾ കിട്ടിയുള്ളതിന് സാമ്പത്തികമായിട്ടൊരു ഗുണമുണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഒരു നല്ല കേസ് കിട്ടി, ഇത്തരത്തിലുള്ളൊരു കേസ് കിട്ടി എന്ന് മാത്രമാണ് ഇതിന് കിട്ടിയൊരു ഗുണമെന്ന് ആലോചിക്കണം. എന്തായാലും കുറച്ച് കാശ് കൊടുക്കണം. കേസ് വിധി വരട്ടെ.
ഈ ജയിലിലേക്കാണ് പോകുന്നതെങ്കിൽ അതനുസരിച്ച്, അതല്ലെങ്കിൽ അതിന് പോട്ടെ. അങ്ങനെ കുറച്ച് കേസിൻ്റെ വിധി വരാൻ പോകുന്നു. വിധി പ്രസ്താവിക്കുന്ന ദിവസം ഞാൻ വീണ്ടും എൻ്റെ അമ്മാവനെയും എൻ്റെ ഭാര്യയെയും വിളിക്കുന്നു. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ജാമ്യത്തിനെടുക്കാൻ അവർ തന്നെ വരട്ടെ. ആദ്യ ദിവസം ഞങ്ങൾ കോടതിയിൽ ചെല്ലുന്നു. ഞാൻ ശിക്ഷിക്കപ്പെടും എന്നുള്ള വിചാരത പലരും വന്നിട്ടുണ്ട്. അവരുടെ മുഖങ്ങളിൽ നിന്ന് എനിക്കറിയാം. ഞാൻ ശിക്ഷിക്കപ്പെടുന്നത് കാണാൻ പലർക്കും ആഗ്രഹമുണ്ട്, മറ്റു ചില ആഗ്രഹവുമില്ല എന്നാലോചിക്കണം. ഞാൻ കോടതി മുറിക്കുള്ളിൽ ആകാംക്ഷയോടെ തന്നെ നിന്നിരുന്നത്. ഞാൻ രണ്ടാം പ്രതിയാണെങ്കിലും ഒന്നാം പ്രതി മംഗളത്തിൻ്റെ ചീഫ് എഡിറ്റർ MC സാറാണെന്ന് ആലോചിക്കണം. അപ്പോൾ എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ ശിക്ഷിക്കണം. രണ്ടുപേർക്കും ശിക്ഷ കിട്ടും. അതിൻ്റെ അമർഷവും അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കേസിൽ വലിച്ചിഴക്കപ്പെട്ട പോലെയാണ് തോന്നിയിരിക്കുന്നത്. എന്നാലും അവരുള്ള ബഹുമാനം കൊണ്ട് ഞാൻ അന്നേ സൂചിപ്പിച്ചിട്ടുള്ളൂ, ഞാൻ വെറുതെ ഇരുന്നൊരാളാണ്. ഞാൻ ഇവിടേക്ക് വന്നിട്ട് സാമ്പത്തിക ഗുണമുണ്ടായിട്ടില്ല. വെറുമൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ മാത്രമാണ് ഈ പങ്ക്തി തുടങ്ങിയത്. എന്തായാലും ഇത്രയും സംഭവങ്ങളുണ്ടായി. അതൊരു പുസ്തകം എഴുതാനുള്ള അനുഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യം ചെന്ന ദിവസം ജഡ്ജി പറഞ്ഞു, വിധി നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. നാളത്തേക്ക് എന്ന് പറയുമ്പോൾ ആകെ കൺഫ്യൂഷനായി. എന്തുകൊണ്ട് മാറ്റിവെച്ചു? നാളെ എന്താണ് പറയാൻ പോകുന്നത്? ശിക്ഷിക്കും എന്ന് ഉറപ്പായി. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ശിക്ഷിക്കുമെന്ന് ഉറപ്പായി. അതുകൊണ്ട് തന്നെയാണ് നാളേക്ക് മാറ്റിവെച്ചത്. അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യണം? ഞാനും എൻ്റെ സുഹൃത്തുക്കളും ആലോചനയായി, അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ഭാവി പരിപാടികളും ആസൂത്രണം ചെയ്തു. ആ രാത്രി നല്ല മദ്യപാനമായിരുന്നു എല്ലാവരും. എന്നോട് കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും ഞാൻ കഴിച്ചില്ല. കാരണം മദ്യപിക്കുന്നതിലല്ല കാര്യം, നമ്മൾ മദ്യപിക്കാറുമില്ല. പക്ഷെ നിർബന്ധം നിനക്ക് യാതൊരു വികാരവും ഇല്ലടാ, നിനക്ക് യാതൊരു സങ്കടവുമില്ലേ? ഞാനെന്തിനു സങ്കടപ്പെടുന്നു? ഒരു വിധി വന്നിട്ടില്ല, വിധിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആ രാത്രി ഒരു ഗ്ലാസ് ബിയർ എനിക്ക് കഴിക്കേണ്ടി വന്നു എന്നുള്ള സത്യമാണ്. ബിയർ കഴിച്ചാലൊന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലായി. പക്ഷേ ആ ബിയർ കഴിച്ചതിൻ്റെ പേരിൽ ഞാൻ ആകെ വയലൻ്റായി അവരെ അഭിനയിക്കുകയുണ്ടായിരുന്നു. നേരം വെളുക്കുന്നത് വരെ ആരും ഉറങ്ങിയിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ആരും വരണ്ട, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ സുഹൃത്തുക്കളുണ്ട് ജാമ്യത്തിലെടുക്കാൻ, അവർ നോക്കിക്കൊള്ളുന്നു പറഞ്ഞു. വളരെ ഏകദേശം എൻ്റെ കൂടെയുള്ളവർ വിഷാദത്തോടെ തന്നെയാണ് എന്നോടൊപ്പം കോടതിയിലേക്ക് വന്നത്. കോടതി വിധി ഒറ്റവാചകത്തിൽ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. ആ സമയത്ത് എന്നെ എൻ്റെ സുഹൃത്തുക്കൾ പൊക്കിപ്പിടിച്ച് സന്തോഷിച്ചു എന്നാലോചിക്കണം. പിന്നീട് ഞാൻ ജയിച്ചത് സാക്ഷി പറയാൻ വന്ന പലർക്കും ഇഷ്ടമായില്ല. തിലകൻ തോറ്റതിനേക്കാൾ ഉപരിയായി സാക്ഷി പറയാൻ വന്നവരിൽ ചിലരാണ് തോറ്റത് എന്ന രീതിയിലായി. അത് സത്യം തന്നെയായിരുന്നു. കാരണം ഞാൻ ജയിച്ചത് മാധ്യമ ലോകത്തിന് കിട്ടിയൊരു നേട്ടം തന്നെയാണ്. മാധ്യമ ലോകം പരാജയപ്പെട്ടിട്ടില്ല. പത്രപ്രവർത്തകർ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നിന്നില്ല അവിടെ. തിലകൻ ചേട്ടൻ ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിൽ ഞാൻ അറിഞ്ഞിടത്തോളം അവിടുത്തെ ജഡ്ജി വിധി പ്രസ്താവിക്കുമ്പോൾ പറഞ്ഞു, തിലകനെപ്പോൾ ഒരു വലിയ ആർട്ടിസ്റ്റ്, ഇങ്ങനെ ഒരു ലേഖനം വന്നതിൻ്റെ പേരിൽ കേസിന് പുറപ്പെടാൻ പാടില്ലായിരുന്നു. അതിൻ്റെ സ്പിരിറ്റ് തന്നെ കാണണമായിരുന്നു എന്നുകൊണ്ട് അവിടെയും എന്നെ വെറുതെ വിട്ടു. സന്തോഷം തന്നെ. പക്ഷേ ഇനി അവർ സുപ്രീം കോടതിയിലേക്ക് പോകുമോ? എനിക്ക് അതൊരു ആശങ്കയായി. കാരണം സുപ്രീം കോടതിയിൽ പോയാൽ എൻ്റെ കയ്യിൽ കാശില്ല, എനിക്ക് പോകാനും പറ്റില്ല. അപ്പോൾ പോകണമെങ്കിൽ പോട്ടെ, ഇനി ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കട്ടെ. അപ്പോൾ അതിനിടയിൽ വേറെയും സംഭവം ഉണ്ടായി. ഞാൻ കേസ് ജയിച്ചു. നമ്മുടെ വക്കീൽ CS സുകുമാരൻ നായരെ ഞങ്ങൾ സുഹൃത്തുക്കളെ കാണാൻ പോയി. എൻ്റെ കയ്യിൽ അന്ന് ആകെ 1000 രൂപയാണ് ഉണ്ടായിരുന്നത്. ഞാനത് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് വെച്ച് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കാശും ഞാൻ സ്വീകരിക്കുന്നില്ല, ഇനി
ഒരു കേസുമായി എൻ്റെ അടുത്ത് വരരുത് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളെല്ലാവരും പൊട്ടിച്ചിരിച്ചു പോയി എന്നുള്ളത്. ആ ചിരി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ മനസ്സിൽ ചിരി നിറഞ്ഞു നിൽക്കുമ്പോഴും മറ്റു പലരും ഞാൻ ജയിച്ചതിൻ്റെ വിഷമത്തിൽ തന്നെയാണ് ഇപ്പോഴും ഒന്ന് ആലോചിക്കണം. ഈ കേസിനെക്കുറിച്ച് നിരവധി സംഭവങ്ങൾ പറയാനുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.